ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരുപാട് പേർ റിക്വസ്റ്റ് ചെയ്ത പെണ്ണ് കേസ് എന്ന മൂവിയാണ്. കഥയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് മെൻസ് ആർമി എന്ന് പറയുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ കുറച്ച് അംഗങ്ങൾ ചേർന്നിട്ട് സുഭാഷ് എന്ന് പറയുന്ന ഒരാളുടെ കല്യാണത്തിന് പോകുന്നതാണ്. എന്നാൽ ഇവർ പോകുന്നത് സുഭാഷിന്റെ കല്യാണം കൂടാനായിരുന്നില്ല, സുഭാഷും ബിന്ദുവും തമ്മിലുള്ള കല്യാണം മുടക്കാനായിരുന്നു. കല്യാണ പന്തൽ വെച്ച് വലിയ ബഹളം ഉണ്ടാക്കുകയും ആ കല്യാണം മുടക്കുകയും ചെയ്തതോടുകൂടി സംഭവം പോലീസ് സ്റ്റേഷനിലെത്തി. ആ സ്റ്റേഷനിൽ ഒരു പോലീസുകാരനാണ് ഗംഗൻ എന്ന് പറയുന്ന ഇയാള്. അമ്പിളി എന്ന് പറയുന്ന ഈ പോലീസുകാരിയാകട്ടെ സ്റ്റേഷനിൽ മിക്കപ്പോഴും വന്നിരുന്ന് മാംഗല്യം എന്ന് പറയുന്ന സീരിയൽ കാണുമായിരുന്നു. അവിടുത്തെ CA ആണ് മനോജ്. ഈ കല്യാണം മുടങ്ങിയ കേസുമായിട്ട് സുഭാഷും ആ വഴക്കുണ്ടാക്കിയ ആൾക്കാരും ചേർന്നിട്ട് CAയുടെ അടുത്തേക്ക് വരുന്നു. ഇവരെല്ലാവരും പറയുന്നത് സുഭാഷ് കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി തങ്ങളുടെ ഭാര്യയാണെന്നാണ്. സുഭാഷിന് അവൾ ബിന്ദുവായിരുന്നു. എന്നാൽ മറ്റുള്ളവർ ഓരോരുത്തരും ഓരോ പേരിലാണ് അവളെ വിളിക്കുന്നത്. ശരിക്കും ഇവിടെ യഥാർത്ഥ പ്രശ്നക്കാരൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ അവര് പറയുന്നുണ്ട് തങ്ങളാരുമല്ല പ്രശ്നം, ആ ഇരിക്കുന്ന പെൺകുട്ടിയാണ് പ്രശ്നമെന്ന്. അപ്പോഴാണ് നമ്മുടെ നായികയായ ബിന്ദുവിനെ കാണിക്കുന്നത്. അവൾ വിവാഹവേഷത്തിലായിരുന്നു. സുഭാഷിന്റെ കൂടെയുള്ള വിവാഹത്തിന്റെ ഇടയ്ക്ക് നിന്നാണല്ലോ ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയത്. ഈ പ്രശ്നം ഉണ്ടാക്കിയ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങളോട് സംസാരിച്ചു കഴിയുമ്പോഴാണ് മനോജിന് മനസ്സിലാകുന്നത് കുറെ നാള് മുമ്പേ ഇവരെ എല്ലാവരെയും പല പേര് പറഞ്ഞിട്ട് ബിന്ദു വിവാഹം കഴിച്ചിട്ടുണ്ടെന്ന്. വിവാഹശേഷം ഇവരെ എല്ലാം പറ്റിച്ച് സ്വർണവും പണവുമായിട്ട് അവൾ മുങ്ങിയതാണ്. കാലമായിട്ട് ഇവളെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു ഇവർ. ഇപ്പോൾ സുഭാഷിനെ ഇവൾ പറ്റിക്കുന്ന സമയത്താണ് ഇവർ ഇവളെ കൈയോടെ പിടിച്ചിരിക്കുന്നത്. എന്നാൽ ഇവർ പറയുന്നതൊന്നും സുഭാഷ് വിശ്വസിക്കുന്നില്ല. അവൾ എന്റെ മാത്രം ബിന്ദുവാണെന്നും താൻ മാട്രിമോണി വഴി അവളെ പരിചയപ്പെട്ടതാണെന്നുമാണ് സുഭാഷ് പറയുന്നത്. എന്നാൽ തോമസ് പറയുന്നുണ്ട് ഇവൾ എന്നോട് ഇവളുടെ പേര് സൂസൻ എന്നാണ് പറഞ്ഞത്. ഒരു പാർട്ടി ഓഫീസിൽ വെച്ചിട്ടാണ് ഞങ്ങളുടെ പെണ്ണ് കാണല് നടന്നത്. കല്യാണം കഴിഞ്ഞ് ഇവളെന്നെ പറ്റിച്ചിട്ട് പോയി എന്റെ രാഷ്ട്രീയ ഭാവിയും തൊലച്ചു. സൂസൻ എന്ന പേരില് അവൾ തോമസിനെ പറ്റിച്ചിട്ട് പോയപ്പോൾ അവിടുത്തെ സ്റ്റേഷനിൽ അയാൾ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ കല്യാണത്തിന്റെ എന്തെങ്കിലും ഫോട്ടോ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തോമസ് പറയുന്നുണ്ട് കല്യാണ സമയത്ത് ഇവൾക്ക് ക്യാമറ പറ്റില്ല, ഫോട്ടോ എടുക്കുമ്പോൾ ഭയങ്കര നാണമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോസ് ഒന്നും എടുക്കാൻ സമ്മതിച്ചില്ല. എന്റെ ഫോണിൽ ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തിരുന്നതാണ്, പക്ഷെ അവള് പോയപ്പോൾ ആ ഫോണും കൊണ്ടാ പോയത്. പിന്നെ എന്റെ ഒരു റിലേറ്റീവ് പയ്യന്റെ ഫോണിലെടുത്തൊരു ഫോട്ടോയാണ്. അതിൽ കുറച്ച് ഭാഗത്ത് മാത്രമേ അവളുടെ മുഖം കാണാനുള്ളൂ. എന്നാലും അവളുടെ ഒരു ഫേസിന്റെ ഭാഗം അതിൽ കാണാമായിരുന്നു. അത് കണ്ടപ്പോ തന്നെ തോമസ് പറയുന്നത് ഏകദേശം ശരിയാണെന്ന് മനോജിന് മനസ്സിലാക്കാൻ തുടങ്ങി. സുഭാഷ് ആകട്ടെ തന്റെ ബിന്ദു അങ്ങനെയൊന്നും ചെയ്യില്ല, ഞാനും അവളും അത്രയധികം സ്നേഹത്തിലാണ് എന്നൊക്കെയാണ് പറയുന്നത്. ബിന്ദു എന്ന് പറഞ്ഞ ഇവരുടെ മുന്നിൽ നിൽക്കുന്ന നായികയോട് മനോജ് ചോദിക്കുന്നുണ്ട് ഇവർ പറയുന്നതൊക്കെ സത്യമാണോ എന്ന്. എന്നാൽ അവളാകട്ടെ ഒന്നും മിണ്ടാതെ തലകുനിച്ചു നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താണെങ്കിലും ഇവൾക്കെതിരെ പല ആൾക്കാരും പല സ്റ്റേഷനിലും പരാതി കൊടുത്തിട്ടുണ്ട്. തെളിവുകളൊക്കെ വെച്ചിട്ട് ഇവൾ കുറ്റം ചെയ്തു എന്ന് തന്നെയാണ് ഇവർക്ക് തോന്നുന്നത്. അധിക നേരം സ്റ്റേഷനിൽ വെക്കാൻ പറ്റാത്ത കാരണം അവളെ നേരെ അവർ കോടതിയിൽ കൊണ്ട് ഹാജരാക്കി. കോടതി 7 ദിവസത്തേക്ക് അവളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയായിരുന്നു. കോടതി വളപ്പിൽ ഇവളാൽ പറ്റിക്കപ്പെട്ട ഒരുപാട് ചെറുപ്പക്കാര് ബഹളം ഉണ്ടായിക്കൊണ്ട് നിൽപ്പുണ്ട്. അവരുടെയൊക്കെ കയ്യിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് അവളെ പോലീസുകാരെ രക്ഷിച്ച് ജീപ്പിലേക്ക് കയറ്റുന്നത്. അവളുടെ നിഷ്കളങ്കത നിറഞ്ഞ ആ മുഖം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ പോലീസുകാർക്ക് ഡൗട്ട് തോന്നുന്നുണ്ട്. ഇവളിത് ഒറ്റയ്ക്ക് ചെയ്തതാണോ അതോ മറ്റാരെങ്കിലും ഇവളെ കൊണ്ടത് ചെയ്യിപ്പിച്ചതാണോ എന്ന്. കൂടുതൽ ചോദ്യം ചെയ്യലിന് നായികയെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു. ആ സമയത്ത് അവരുടെ ട്രെയിനിങ് SI ആയിട്ടുള്ള വിനോദ് എന്ന് പറയുന്ന ഒരാള് ചാർജ് എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഈ വിനോദാകട്ടെ SP സുഷമ എന്ന് പറയുന്ന സ്ത്രീയുടെ അനന്തരവനായിരുന്നു. ആ ഒരു ഗമയില് അയാൾ CA മനോജിന് സല്യൂട്ട് ഒന്നും കൊടുക്കുന്നില്ല. മനോജ് അതിന്റെ പേരിൽ അയാളെ വഴക്ക് പറയുകയും ചെയ്യുന്നുണ്ട്. ബിന്ദുവിനെ അവർ സ്റ്റേഷനിൽ ഒരു ബെഞ്ചിലെടുത്തിരിക്കുകയായിരുന്നു. ആ സമയം 2 പാർട്ടി പ്രവർത്തകർ ഗംഗ് എന്ന് പറയുന്ന ആ പോലീസുകാരനെ കാണാൻ വരുന്നു. അവിടെ നടക്കാൻ പോകുന്ന ഒരു പരിപാടിയുടെ നോട്ടീസ് കൊടുക്കാനായിരുന്നു വന്നത്. അതിൽ അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജീവന്റെ ഫോട്ടോയും ഉണ്ടായിരുന്നു. അയാളും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ ജീവനാകട്ടെ കുറച്ചുനാൾ മുമ്പ് നമ്മുടെ CA മനോജുമായിട്ട് ഒരു ഇഷ്യൂ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെപ്പറ്റിയും ഈ ഗംഗനും പാർട്ടി പ്രവർത്തകരും സംസാരിക്കുന്നു. ഒരു സമരം നടക്കുന്നതിനിടയ്ക്ക് തങ്ങളുടെ കൂട്ടത്തിലെ ഒരു വനിതാ നേതാവിനെ ഈ ജീവനാകട്ടെ മനോജിന്റെ നേരെ തള്ളിയിടുന്നു. അവര് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് മനോജ് അവരെ കയറി പിടിച്ചു. എന്നാൽ സമരത്തിന്റെ ഇടയ്ക്ക് സ്ത്രീകളെ കയറി പിടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ജീവൻ വലിയ പ്രശ്നം ഉണ്ടാക്കുകയും നമ്മുടെ CA മനോജിനെ അടിക്കുകയും ചെയ്തു. ആ വീഡിയോ വൈറലാവുകയും മനോജിന് വലിയ നാണക്കേട് ഉണ്ടാകുകയും ചെയ്തു. ഉറപ്പിച്ചു വെച്ച കല്യാണം പോലും മുടങ്ങി. അവൻ കെട്ടാനിരുന്ന വിജി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വീട്ടുകാര് ഈ വീഡിയോ കണ്ടിട്ട് ഇനി കല്യാണത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ മനോജ് പലതവണ വിജയെ ഫോണിൽ വിളിച്ച് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് നിന്റെ വീട്ടുകാരോടൊന്ന് പറയാൻ. എന്നാൽ വീട്ടുകാരായിട്ട് സമ്മതിക്കാതെ ഇനിയും കല്യാണം മുന്നോട്ട് പോകില്ല എന്ന് തന്നെയാണ് വിജി പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെ മനോജിന് ആ ജീവൻ എന്ന് പറയുന്ന നേതാവിനോട് വലിയ ദേഷ്യമുണ്ട്. എന്താണെങ്കിലും മനോജ് ഇപ്പോൾ നമ്മുടെ നായികയുടെ കേസാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അവള് കേരളത്തിലെ പല ഭാഗത്തു നിന്നും ഇതുപോലെ പല ആൾക്കാരെ വിവാഹം കഴിച്ചിട്ടുണ്ട്. അവിടെ നിന്നെല്ലാം അവരെ പറ്റിച്ച് വിവാഹം നടന്നതിന്റെ അന്ന് തന്നെ മുങ്ങിയിട്ടുണ്ട്. ഇവളെ കൊണ്ട് ഇതെല്ലാം ഒറ്റയ്ക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്നു എന്നതായിരുന്നു ഇവരുടെ ഡൗട്ട്. അവളുടെ ബാഗ് അവർ നന്നായിട്ട് പരിശോധിക്കുമ്പോൾ അതിൽ നിന്നും അവളുടെ ഒരു ഫോട്ടോ കിട്ടുന്നു. അതിന്റെ ബാക്കിലായിട്ട് രോഹിണി 30 വയസ്സെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്നും അവളുടെ യഥാർത്ഥ പേര് രോഹിണി എന്നാണെന്ന് അവർ മനസ്സിലാക്കി. കൂടാതെ മറ്റൊരാളുടെ ഫോട്ടോ കൂടി അതിൽ നിന്ന് കിട്ടുന്നു. അങ്ങനെ രോഹിണി പറ്റിച്ച ആൾക്കാരെ പറ്റി മനോജ് അവളോട് ചോദിക്കുന്നു. ആദ്യം അവൾ മലപ്പുറത്തൊരാളെ കല്യാണം കഴിച്ചു. കല്യാണം കഴിഞ്ഞ് വീടെത്തും മുമ്പ് അവൾ അവിടെ നിന്ന് മുങ്ങി. തോമസുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞ് റിസപ്ഷൻ സമയത്ത് തിരുവനന്തപുരത്ത് PSC പരീക്ഷ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് മുങ്ങി. പത്തനാപുരത്ത് കല്യാണം നടന്നിട്ട് താലികെട്ട് കഴിഞ്ഞ് സാരി മാറാൻ പോയി കഴിഞ്ഞപ്പോഴേക്കും
എത്തുമ്പോഴേക്കും ആ ഗ്യാപ്പിൽ അവള് മുങ്ങി. തിരുവമ്പാടിയിൽ ഒരു ചെക്കനെ കല്യാണം കഴിച്ചിട്ട് അവന്റെ വീട്ടിലെത്തിക്കഴിഞ്ഞ് ബാത്റൂമിലേക്ക് പോയ ശേഷം പിന്നീട് അവളെ ആരും കണ്ടിട്ടില്ല. അമ്പൂരി എന്ന് പറയുന്ന സ്ഥലത്ത് ചെക്കനെ കല്യാണം കഴിച്ച ശേഷം സദ്യ ഉണ്ടോണ്ടിരിക്കെ അത്രയും ആൾക്കാരുടെ ഇടയിൽ നിന്നാണ് അവള് മുങ്ങിയത്. ഇതിനെപ്പറ്റി എന്തെങ്കിലും അവൾക്ക് പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾ ഒന്നും മിണ്ടാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. തങ്ങളായിട്ട് ചോദിച്ചിട്ട് ഒന്നും പറയാത്ത കാരണം പോലീസുകാരി സിനിയോട് അവളോട് കാര്യങ്ങൾ ചോദിച്ചറിയാൻ മനോജ് പറയുന്നു. സിനി അവളോട് സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും അമ്പിളി വന്ന് പറയുന്നുണ്ട് തന്റെ അമ്മയ്ക്ക് സുഖമില്ല, താൻ ഹോസ്പിറ്റലിലേക്ക് പോവുകയാ, കുറച്ച് ദിവസത്തേക്ക് ലീവായിരിക്കുമെന്ന്. അങ്ങനെ അമ്പിളി പോയി. പിന്നെ സിനിയായിരുന്നു ഇവളോട് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. രോഹിണി എന്ന് തന്നെയാണ് അവളുടെ പേരെന്ന് ചോദിക്കുമ്പോൾ ആണെന്ന് അവൾ സമ്മതിച്ചു. എവിടെയാ സ്ഥലം എന്ന് ചോദിക്കുമ്പോൾ സുള്ളിയ എന്ന് പറയുന്ന സ്ഥലമാണ് പറയുന്നത്. രോഹിണി സിനിയോട് പറയുന്നുണ്ട് സത്യം എന്താണെന്നല്ലേ മാഡത്തിന് അറിയേണ്ടത്, എല്ലാം ചെയ്തത് ഞാൻ തന്നെയാ. ഇനി അങ്ങനെയല്ലാന്ന് ഞാൻ പറഞ്ഞാലും പോലീസിനെന്നല്ല ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ജീവിതത്തിൽ ഒരുപാട് വേദനകൾ അനുഭവിച്ചു, എനിക്ക് ശരിക്കും മടുത്തു. ഇതുകൊണ്ടെല്ലാം അവസാനിക്കുന്നെങ്കിൽ അങ്ങ് അവസാനിക്കട്ടെ എന്ന് അവൾ കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന കണ്ടപ്പോൾ സിനിക്കും വിഷമം തോന്നി. സിനി മനോജിനോട് പറയുന്നുണ്ട് അവൾ ആരെയൊക്കെയോ പേടിക്കുന്നുണ്ടെന്ന്. സിനിയും മറ്റു പോലീസുകാരും അവളോട് കുറച്ച് സ്നേഹത്തോടു കൂടിയായിരുന്നു പെരുമാറിക്കൊണ്ടിരുന്നത്. കാരണം ഇതിലവൾ ഒറ്റയ്ക്കല്ല എന്നും അവളെ കൊണ്ട് ആരോ ഇതൊക്കെ ചെയ്യിക്കുന്നതാണെന്നും അവർക്ക് ഡൗട്ട് തോന്നാൻ തുടങ്ങിയിരുന്നു. പക്ഷെ തെളിവുകളെല്ലാം തന്നെ അവൾക്കെതിരാണ്. അവളുടെ ബാഗിൽ നിന്ന് കിട്ടിയ ഒരാളുടെ ഫോട്ടോ ഇല്ലേ, അത് കാണിച്ചുകൊണ്ട് അവളോട് അവർ ചോദിക്കുന്നുണ്ട് ഇതാരാണെന്ന്. ഈ പോലീസുകാരെല്ലാം വിശ്വസിച്ച് തന്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ അവൾ പറയുകയാണ്. ഇയാളുടെ പേര് ഡേവിഡ് എന്നാണെന്ന് പറയുന്നു. ഡേവിഡിന്റെ വലയില് ഇവള് പെടുന്നതിന് മുമ്പ് സുള്ളി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലായിരുന്നു തന്റെ അമ്മയോടും അച്ഛനോടും ഒപ്പം അവൾ താമസിച്ചിരുന്നത്. അവിടെ നടന്ന വലിയൊരു ഉരുൾപൊട്ടലില് അവളുടെ അച്ഛനുൾപ്പെടെ ഒരുപാട് പേർ മരിച്ചുപോയി. പലർക്കും വീട് നഷ്ടപ്പെട്ടു. പിന്നീട് അവിടെ നിൽക്കാൻ പറ്റാതെ ഒരു ജോലി അന്വേഷിച്ച് തന്റെ അമ്മയുമൊത്ത് അച്ഛന്റെ ഒരു പഴയ സുഹൃത്തിന്റെ മകൻ ജോലി ചെയ്യുന്ന മൈസൂരിലേക്ക് രോഹിണി എത്തുന്നു. അരുളെന്ന് പറയുന്ന ഒരു തമിഴ് പയ്യനായിരുന്നു അവളുടെ അച്ഛന്റെ സുഹൃത്തിന്റെ മകൻ. ഒരു ജോലി കണ്ടെത്തുന്നിടം വരെ അവൻ താമസിക്കുന്ന റൂമിൽ തന്നെയായിരുന്നു അവളും അമ്മയും താമസിച്ചിരുന്നത്. ദിവസങ്ങളോളം പല ഇന്റർവ്യൂകളും അവൾ അറ്റൻഡ് ചെയ്തു. ഒന്നും തന്നെ ശരിയായില്ല. അരുളായിരുന്നു അവളെ എല്ലായിടത്തും കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പതിയെ പതിയെ അവർ തമ്മിൽ കുറച്ചധികം എടുക്കാൻ തുടങ്ങി. അവനൊരു പാവമായിരുന്നു. മനസ്സിൽ ഇഷ്ടം പോലും അവളോട് തുറന്നു പറയാൻ പറ്റാതിരിക്കുന്നത് കണ്ടിട്ട് അവളെ തന്നെ അവനോട് പറയുന്നുണ്ട് നീയായിട്ട് ഇഷ്ടം തുറന്നു പറയില്ല എന്ന് എനിക്കറിയാം, പക്ഷെ എനിക്കിത് മനസ്സിലായി എന്ന്. അങ്ങനെ ഒരു ദിവസം അരുളാകട്ടെ അവളെയും കൊണ്ടൊരു ഇന്റർവ്യൂവിന് പോകുന്നു. എന്നാൽ ഇന്റർവ്യൂ കഴിഞ്ഞിറങ്ങി അവൾ ആകെ ദേഷ്യത്തിലായിരുന്നു വന്ന് ബസ്സിലേക്ക് കയറിയത്. എന്തു പറ്റിയെന്ന് അവൻ കുറെ തവണ ചോദിച്ചു കഴിയുമ്പോൾ അവള് പറയുന്നുണ്ട് അവർക്ക് വേണ്ടത് ഒരു റിസപ്ഷനിസ്റ്റിനെ അല്ല എന്ന്, മറ്റെന്തോ ജോലിക്കായിരുന്നു അവിടെയുള്ള ആൾക്കാര് അവളെ നിർബന്ധിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് അവൾ ആ ഇന്റർവ്യൂവിൽ നിന്നും ഇറങ്ങിപ്പോയതും. പക്ഷെ അതിനിടയ്ക്ക് അവളുടെ അമ്മയ്ക്ക് സുഖമില്ലാതെയായി. ഹോസ്പിറ്റൽ ചെലവിനും മറ്റും ഒരുപാട് ക്യാഷ് ആവശ്യമുണ്ടായിരുന്നു. അരുളിന്റെ സേവിങ്സും അവന്റെ വണ്ടി വിറ്റാലും കിട്ടുന്ന തുകയൊന്നും തന്നെ അതിന് തികയില്ല. അത് കാരണം വേറെ നിവൃത്തിയില്ലാതെ നേരത്തെ അവൾ തനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ ആ ജോലി ചെയ്യാൻ തീരുമാനിക്കുന്നു. ഡേവിഡ് എന്ന് പറയുന്ന ആളുടെ അടുത്തായിരുന്നു അവൾ ഇന്റർവ്യൂവിന് പോയത്. അതൊരു ചെറിയ മാരേജ് ബ്യൂറോ പോലുള്ള ഓഫീസായിരുന്നു. കർണാടകയില് ഒരുപാട് ആൾക്കാര് ഇഷ്ടം പോലെ കാശും കയ്യിൽ വെച്ചിട്ട് കല്യാണമൊന്നും നടക്കാതെ നടപ്പുണ്ട്. അവർക്കൊക്കെ വേണ്ടത് ഒരു പെൺകുട്ടിയാണ്. കാശ് ഇങ്ങോട്ട് തന്ന് അവർ കെട്ടിക്കൊള്ളും. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇവിടെ നിന്ന് ഇവർ പെണ്ണു കൊടുക്കും. പെൺകുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ സ്വർണവും പണവും ഇങ്ങോട്ട് തന്നായിരിക്കും കല്യാണം നടത്തുന്നത്. പക്ഷെ കല്യാണത്തിന്റെ അന്ന് ആ സ്വർണവും പണവുമായിട്ട് ഈ പെൺകുട്ടി മുങ്ങണം. അതിൽ നല്ലൊരു വിഹിതം ഈ പെൺകുട്ടിക്കും കിട്ടും, ബാക്കി കാശ് ഡേവിഡും എടുക്കും. അതായിരുന്നു ഡേവിഡിന്റെ ഒരു സെറ്റപ്പ്. അയാളുടെ ഗാംഗിലെ വേറെയും പെൺകുട്ടികളുണ്ട്. അയാളുടെ ആ ഗാംഗിലേക്ക് രോഹിണിയും ചേരണമെന്നായിരുന്നു അയാൾ പറയുന്നത്. അമ്മയുടെ ചികിത്സയ്ക്കുള്ള കാശ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരേ ഒരു തവണത്തേക്ക് ഞാൻ ഇത് ചെയ്യാമെന്ന് രോഹിണി പറയുന്നു. ഇവിടെ വരുന്ന ആൾക്കാർക്ക് അവളുടെ ഫോട്ടോ കാണിക്കാൻ വേണ്ടിയിട്ട് ഡേവിഡ് അവളുടെ കുറച്ച് ഫോട്ടോസ് എടുക്കുന്നു. അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് പറ്റിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അവർ കേസ് കൊടുക്കില്ല എന്ന് രോഹിണി ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് അവരൊക്കെ വലിയ വലിയ ആൾക്കാരാ, നാണക്കേട് കൊണ്ട് എന്തായാലും കേസൊന്നും കൊടുക്കില്ല. അങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ ഞാൻ ഈ ഓഫീസുമായിട്ട് ഇവിടെ ഇരിക്കില്ല. ഡേവിഡിനെ വിശ്വസിച്ച് അയാൾ പറഞ്ഞ പ്രകാരം ആദ്യം ഒരാളെ രോഹിണി വിവാഹം കഴിക്കുന്നു. ഇവൾക്ക് പ്രത്യേകിച്ച് വീട്ടുകാരോ ബന്ധുക്കാരോ ഒന്നും ഇല്ലാന്ന് പറഞ്ഞിട്ടാണ് രോഹിണിയുടെ വിവാഹം ഡേവിഡ് നടത്തുന്നത്. അവളെ കെട്ടിയ ആളാകട്ടെ അവൾക്ക് അങ്ങോട്ട് കുറെ സ്വർണവും പണവും ഒക്കെ കൊടുത്തിട്ടുണ്ട്. റിസപ്ഷൻ കഴിഞ്ഞതും ആ സ്വർണവും പണവുമായിട്ട് ആരും കാണാതെ അവൾ ഡേവിഡിന്റെ വണ്ടിയിൽ കയറി രക്ഷപ്പെടുന്നു. സ്വർണമെല്ലാം ഡേവിഡിന് കൊടുത്തു. അവൾക്ക് ആവശ്യമുള്ള തുക ഡേവിഡ് അവൾക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. ആ കാശും കൊണ്ട് അവൾ അമ്മയുടെ ചികിത്സ നടത്തി. ഹോസ്പിറ്റലിലെ ബില്ലും കെട്ടി. അരുൾ അവളോട് ചോദിക്കുന്നുണ്ട് ഈ കാശ് നിനക്ക് എവിടുന്ന, നീ നിന്റെ സ്വർണം വല്ലതും വിറ്റോ എന്ന്. അതിനൊന്നും തന്നെ അവളൊരു മറുപടിയും പറഞ്ഞില്ല. അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി ഒരു തവണത്തേക്ക് മാത്രമാണ് അവൾ ഡേവിഡിന്റെ കൂടെ നിന്നത്. ഇനിയ പരിപാടിക്ക് നിൽക്കില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ മറ്റൊരിടത്ത് ഒരു ജോലി കണ്ടെത്തി. അവൾക്ക് ജോലി കിട്ടി ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് അവൾ വീട്ടിലേക്ക് വരുന്നത്. പക്ഷെ അവിടെ അവളെ കാത്ത് ഡേവിഡ് ഇരിപ്പുണ്ടായിരുന്നു. അവൾക്ക് വേണ്ടി ഒരു ജോലിയായിട്ട് താൻ വന്നതാണെന്ന് പറഞ്ഞിട്ടാണ് ഡേവിഡ് അവളുടെ അമ്മയോട് സംസാരിച്ചു കൊണ്ടിരുന്നത്. ഡേവിഡിന്റെ കൂടെ താൻ ചെയ്ത കള്ളത്തരമൊന്നും തന്നെ രോഹിണിയുടെ അമ്മയ്ക്ക് അറിയില്ല. അത് കാരണം അവൾ അയാളെ മാറ്റി നിർത്തി സംസാരിക്കുന്നു. തനിക്ക് നീ കള്ളത്തരത്തിന് കൂട്ടുനിൽക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. എന്നാൽ ഡേവിഡ് പറയുന്നുണ്ട് നിന്റെ ഫോട്ടോ കണ്ടിട്ട് പലർക്കും നിന്നെ തന്നെ മതി എന്നാ പറയുന്നത്. അതുകൊണ്ട് നീ എന്റെ കൂടെ നിന്ന് അവരെയൊക്കെ കല്യാണം കഴിച്ചെങ്കിലേ പറ്റൂ. അത് സംസാരിച്ചുകൊണ്ട് അവർ താഴേക്ക് ഇറങ്ങി വരുമ്പോഴാണ് അരുൾ അവിടേക്ക് വരുന്നത്. നിങ്ങൾ ആരാണെന്ന് അരുൾ ചോദിച്ചതും ഞാൻ രോഹിണിയുടെ ഫ്രണ്ടാണെന്നാണ് ഡേവിഡ് പറയുന്നത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ രോഹിണി കിട്ടിയില്ലെങ്കിൽ നിങ്ങളെ ഒന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഫോൺ നമ്പർ തരുമെന്ന് ചോദിച്ചിട്ട് ഡേവിഡ് അരുളിന്റെ ഫോൺ നമ്പറും വാങ്ങി വെക്കുന്നു. ഡേവിഡ് പറഞ്ഞത് ചെയ്തില്ലെങ്കിൽ അയാൾ തന്നെയും കുടുംബത്തെയും വെറുതെ വിടില്ല എന്ന് രോഹിണിക്ക് ഉറപ്പായിരുന്നു. അത് കാരണം വേറെ നിവൃത്തിയില്ലാതെ ഡേവിഡ് പറഞ്ഞ എല്ലാ വിവാഹത്തിനും അവൾ സമ്മതിച്ചു. പല നാട്ടില് പല ആണുങ്ങളെ അവൾ വിവാഹം കഴിച്ചു.
കഴിച്ചു. എല്ലായിടത്തു നിന്നും സ്വർണവും പണവുമായിട്ട് അവൾ മുങ്ങി. മൈസൂർ ഇവൾ നടത്തിയ വിവാഹ തട്ടിപ്പിന്റെ വാർത്തകളൊക്കെ അവിടുത്തെ പത്രങ്ങളെടുത്ത് നമ്മുടെ പോലീസുകാരും നോക്കുന്നുണ്ട്. ഇവളെ പല കേസിലും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും തന്നെ അവളുടെ കൂട്ടുപ്രതികൾ ആരുമില്ല. അവൾ ഒറ്റയ്ക്കായിരുന്നു. ഇതെല്ലാം കേട്ട് അവൾ പറയുന്നുണ്ട്, പിടിക്കപ്പെട്ടപ്പോൾ ഞാൻ മാത്രമായി. അവരെല്ലാവരും ഇപ്പോഴും സമൂഹത്തിന്റെ മുന്നിൽ നല്ല ആൾക്കാരായി ജീവിക്കുന്നു. അവർക്കെതിരെയൊന്നും എന്റെ കയ്യിൽ ഒരു തെളിവും ഇല്ലാതായിപ്പോയി. അങ്ങനെ അവർക്കെതിരെയുള്ള തെളിവുകൾ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് സത്യങ്ങളെല്ലാം അരുളിനോട് പറഞ്ഞിട്ട് ഒരു ദിവസം ഡേവിഡിന്റെ ഓഫീസിലേക്ക് അവൾ വരുന്നു. ഡേവിഡ് ഇല്ലാത്ത സമയമായിരുന്നു. അയാളുടെ ലാപ്ടോപ്പിൽ നിന്നും തന്നെ പോലെ മറ്റു പെൺകുട്ടികളെ എല്ലാം വെച്ച് ഇയാൾ നടത്തുന്ന ഈ കള്ളത്തരങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ അവൾ ഒരു പെൻഡ്രൈവിലേക്ക് കോപ്പി ചെയ്യുന്നു. അതും ചെയ്തിട്ട് അവൾ തിരിച്ചറിഞ്ഞു വരുമ്പോൾ ഡേവിഡിനെ കാണുന്നുണ്ട്. നീ എന്താ എവിടെ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, കുറച്ച് കാശിന്റെ ആവശ്യമുണ്ട്, അതിന് വന്നതാണെന്ന്. കാശൊക്കെ ഞാൻ നിന്റെ അടുത്ത് എത്തിച്ചോളാം, തൽക്കാലം ഇനി കുറച്ചു നാളത്തേക്ക് എന്നെ കാണാനൊന്നും വരണ്ടെന്നാണ് ഡേവിഡ് പറയുന്നത്. കാരണം വിവാഹ തട്ടിപ്പ് കേസിൽ ഓൾറെഡി ഇവളെ പോലീസ് പിടിച്ചായിരുന്നല്ലോ. അതുകൊണ്ട് കുറച്ചു നാളത്തേക്ക് ഇവളെ വെച്ച് ആരെയും പറ്റിക്കണ്ടെന്ന് ഡേവിഡ് തീരുമാനിച്ചിരുന്നു. പക്ഷെ തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് അവൾ അരുളിനോടൊപ്പം അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഡേവിഡിനെ പറ്റിയും അയാൾ നടത്തുന്ന കള്ളത്തരത്തിനെ പറ്റി എല്ലാം തന്നെ പറയുന്നു. തന്നെ പോലെ ഒരുപാട് പെൺകുട്ടികൾ ഇതിൽ പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു. എന്നാൽ അവരാരും ഇതൊന്നും വിശ്വസിക്കുന്നില്ല. അരുളിനോട് ഒരു ഫോം വാങ്ങിച്ചുകൊണ്ട് വരാൻ പുറത്തേക്ക് പറഞ്ഞുവിട്ട ശേഷം അവരാകട്ടെ രോഹിണിയെ അടിക്കുകയാണ് ചെയ്യുന്നത്. ഡേവിഡിനെ പോലൊരാളിനെതിരെ അവിടെയുള്ള പോലീസുകാർ ഒരു ആക്ഷനും എടുക്കില്ല എന്ന് രോഹിണിക്കും അരുളിനും മനസ്സിലായി. രോഹിണി അന്ന് മുഴുവൻ അവർ പോലീസ് സ്റ്റേഷനിൽ വെക്കുന്നു. അരുളിനോട് പോയിക്കൊള്ളാൻ പറയുന്നു. കുറച്ചു കഴിഞ്ഞിട്ട് രോഹിണിയെ വിട്ടയച്ചു. ഡേവിഡിനെതിരെ ഇവിടെ കംപ്ലൈന്റ് ഒന്നും കൊടുക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി ആകെ സങ്കടത്തോടു കൂടിയാണ് അവൾ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. എന്നാൽ വീട്ടിൽ തിരിച്ചെത്തുമ്പോഴാകട്ടെ ഡേവിഡും ആൾക്കാരും ചേർന്നിട്ട് അരുളിനെയും അവളുടെ അമ്മയും പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അവളെ കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അവൾ പറഞ്ഞെങ്കിലും ഡേവിഡ് പറയുന്നുണ്ട്, നിനക്ക് ഈ നാട്ടിൽ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ലായിരിക്കും. ഓൾറെഡി നിന്റെ കാര്യങ്ങളൊക്കെ പോലീസുകാർ അറിഞ്ഞു. പക്ഷെ നീ ഇപ്പൊ ഇവിടെ നടത്തിയ ഈ പറ്റിക്കൽ പരിപാടി കേരളത്തിൽ നടത്തണം. ആ കാര്യങ്ങളൊക്കെ നാട്ടിലുള്ള എന്റെ കൂട്ടുകാരൻ നോക്കിക്കൊള്ളും. അതും പറഞ്ഞുകൊണ്ട് ഡേവിഡ് തന്റെ സുഹൃത്തിനെ അവിടേക്ക് വിളിക്കുന്നു. അത് മറ്റാരുമായിരുന്നില്ല, നേരത്തെ മനോജ് ഇഷ്യൂ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിരുന്നില്ലേ, ആ ജീവൻ എന്ന് പറയുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. രോഹിണി ജീവന്റെ പേര് പറഞ്ഞതും മനോജ് ഉൾപ്പെടെ എല്ലാ പോലീസുകാരും ഒന്ന് ഞെട്ടി. തേടിയ വള്ളി കാലിൽ ചുറ്റി എന്നൊക്കെ പറയില്ലേ, ആ ഒരു സന്തോഷമായിരുന്നു മനോജിനുണ്ടായിരുന്നത്. ജീവനിട്ട് എന്തെങ്കിലും ഒരു പണി കൊടുക്കണമെന്ന് കരുതിയിരുന്നപ്പോഴാണ് രോഹിണിയുടെ കേസിലെ ഒരു പ്രശ്നക്കാരനായിട്ട് ജീവൻ തന്നെ വരുന്നത്. ഇവിടെ നമ്മുടെ സുഭാഷ് ആകട്ടെ ഇപ്പോഴും തന്റെ ബിന്ദുവിനെ പുറത്തുവിടണം, അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ സമരമായിട്ടിരിക്കുകയാണ്. രോഹിണിയാൽ പറ്റിക്കപ്പെട്ട കുറെ പുരുഷന്മാര് കേസ് കൊടുക്കാൻ വന്നല്ലോ. അവസാനമായിട്ട് ഒരാൾ കൂടി വരുന്നു. അയാളുടെ പേര് വിജയകുമാർ എന്നായിരുന്നു. തികഞ്ഞ ഈശ്വരവിശ്വാസിയായ അയാളാകട്ടെ തന്നെ രോഹിണി പറ്റിച്ച കാര്യവും പോലീസുകാരോട് തുറന്നു പറയുന്നു. പൂജാ സാധനങ്ങളും കാസറ്റുകളും ഒക്കെ ആയിട്ടൊരു കട നടത്തുന്ന വിജയകുമാർ ആകട്ടെ കുറെ പ്രായമായിട്ടും വിവാഹമൊന്നും നടക്കാതിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് വിജയകുമാറിന്റെ ജീവിതത്തിലേക്ക് രോഹിണി വരുന്നത്. രോഹിണിയുടെ വിജയകുമാറിനെ അറിയാമോന്ന് ചോദിക്കുമ്പോൾ വിജയകുമാറിനെ തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതും എന്നെ അയാളെ തമ്മിൽ കൂടുതൽ അടുപ്പിച്ചതും കല്യാണത്തിലേക്ക് എത്തിച്ചതും എല്ലാം തന്നെ ഡേവിഡും കൂട്ടരുമാണെന്ന്. ഡേവിഡിന്റെ ഒരാള് എപ്പോഴും രോഹിണിയുടെ പിറകെ ഉണ്ടാകും. വിജയകുമാറിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് രോഹിണിയോട് ഒരു വക്കീലായിട്ട് അഭിനയിക്കാനായിരുന്നു അവർ പറഞ്ഞത്. കോടതി വളപ്പിൽ വെച്ചിട്ടാണ് ഇവര് കണ്ടുമുട്ടുന്നത്. വിജയകുമാറിനെ പോലെ തന്നെ ഈശ്വരവിശ്വാസമുള്ള പെൺകുട്ടിയായിട്ട് അവൾ അഭിനയിച്ചു. തനിക്കൊരു ചേട്ടൻ മാത്രമേ ഉള്ളൂ, സ്വത്തിന്റെ ഇഷ്യൂ ഒക്കെ ആയിട്ട് ചേട്ടനുമായിട്ട് വഴക്കാണെന്നൊക്കെയാണ് അവള് വിജയകുമാറിനോട് പറഞ്ഞിരുന്നത്. കല്യാണമൊന്നും അവളെ കൊണ്ട് ഒറ്റയ്ക്ക് നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞതോടുകൂടി കല്യാണത്തിന്റെ കാര്യമെല്ലാം താൻ നോക്കിക്കൊള്ളാമെന്ന് വിജയകുമാർ പറയുകയും അയാളായിട്ട് തന്നെ തന്റെ കയ്യിൽ സ്വരുക്കൂട്ടി വെച്ചിരുന്ന 50 പവനോളം അവൾക്ക് കൊടുക്കാമെന്ന് സമ്മതിക്കുകയും അവരുടെ കല്യാണക്കുറി അടിക്കുകയൊക്കെ ചെയ്തു. അധികം ആൾക്കാരെയൊന്നും വിളിക്കാതെ ചെറിയൊരു കല്യാണമാണ് വിജയകുമാർ നടത്തിയത്. ഫോട്ടോ എടുക്കാനൊന്നും താല്പര്യമില്ല എന്ന് പറഞ്ഞത് കാരണം ഫോട്ടോഗ്രാഫറെയും വിളിച്ചില്ല. കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റ് തുടങ്ങുന്നതിന് മുമ്പ് കൂട്ടുകാരെയൊക്കെ ഒന്ന് യാത്ര അയച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വിജയകുമാർ പുറത്തേക്ക് ഇറങ്ങിയതാണ്. തിരിച്ചു വന്നപ്പോഴേക്കും അവൾ ഇട്ടിരുന്ന സ്വർണ്ണമായിട്ട് അവിടെ ഒന്ന് മുങ്ങി. നിങ്ങളെവിടെയും പരാതി കൊടുത്തില്ലേ എന്ന് ചോദിച്ചപ്പോൾ പരാതിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നാട്ടുകാരറിഞ്ഞ് നാണക്കേടാകുന്നു കരുതിയിട്ട് പരാതി കൊടുക്കാതിരുന്നതാ. പിന്നെ ഈ കേസിനെ പറ്റി അറിഞ്ഞതുകൊണ്ടാ ഇവിടേക്ക് വന്നതെന്നാണ് അയാൾ പറയുന്നത്. ഡേവിഡിന്റെ ഫോട്ടോ എടുത്ത് മനോജാകട്ടെ വിജയകുമാറിനെ കാണിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, അവളുടെ കൂടെ എപ്പോഴെങ്കിലും നിങ്ങൾ ഇയാളെ കണ്ടിട്ടുണ്ടോ എന്ന്. ഇയാളെ താൻ ഒരു തവണ രോഹിണിയുടെ കൂടെ കണ്ടിട്ടുണ്ടെന്നാണ് വിജയകുമാർ പറയുന്നത്. ഒരു ദിവസം കോടതിയുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് അയാൾ അവളോട് എന്തോ വഴക്കുണ്ടാക്കുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോന്നോ ദൂരെ നിന്ന് അയാൾ ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്നാണ് രോഹിണി പറഞ്ഞത്. വിജയകുമാർ ഡേവിഡിനെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞതോടുകൂടി മനോജിന് രോഹിണി പറയുന്നതൊക്കെ സത്യമാണെന്ന് തോന്നാൻ തുടങ്ങി. കാരണം രോഹിണിയെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നത് ഡേവിഡ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഡേവിഡ് ഇടയ്ക്ക് വന്ന് അവളെ ഭീഷണിപ്പെടുത്താറുണ്ടായിരിക്കും. അങ്ങനെ ഒരു സമയത്തായിരിക്കും വിജയകുമാർ ഡേവിഡിനെ കണ്ടതും. ഈ കൂട്ടത്തിൽ ജീവനും ഉണ്ടെന്നല്ലേ പറഞ്ഞത്, അവൻ അങ്ങനെ നിങ്ങളുടെ കൂടെ വരാറില്ലേ എന്ന് ചോദിക്കുമ്പോൾ രോഹിണി പറയുന്നുണ്ട് അവനൊരു ഭൂതമാണെന്ന്. അവനെ അങ്ങനെ ആർക്കും പിടിക്കാൻ പറ്റില്ല. ഏത് സമയത്ത് പുറത്തു വരണം, എപ്പോ ഒളിഞ്ഞിരിക്കണം എന്നൊക്കെ അവന് നന്നായിട്ട് അറിയാം. രോഹിണിയുടെ കേസ് പുതിയ വഴിത്തിരിവിലേക്കാ പോകുന്നെന്ന് മനസ്സിലാക്കിയ മനോജാകട്ടെ എസ് പിയോട് സംസാരിക്കുന്നു. ആ കേസിൽ ആ പെൺകുട്ടി ഒറ്റയ്ക്കല്ല കുറ്റക്കാരി, അവളെ കൊണ്ട് മറ്റു ചിലർ ഇതൊക്കെ ചെയ്യിച്ചതാണെന്ന്. എന്നാൽ എസ് പി പറയുന്നുണ്ട് അവളെ കണ്ടാൽ തന്നെ അറിയാം അവൾ ഒറ്റയ്ക്ക് തന്നെയായിരിക്കും ഇതൊക്കെ ചെയ്തതെന്ന്. അവൾ നിങ്ങളെ പറ്റിക്കാൻ ശ്രമിക്കുന്നതാ. അതുകൊണ്ട് ആ കേസൊക്കെ വിട്ടിട്ട് മന്ത്രിയുടെ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള കാര്യങ്ങൾ നോക്കാൻ പറയുന്നു. അല്ലാതെ ഇവളുടെ കേസുമായിട്ട് നിങ്ങൾ പോകണ്ട, അത് എന്റെ അനന്തരവൻ വിനോദിനെ ഏൽപ്പിക്കാനാണ് എസ് പി പറയുന്നത്. എന്നാൽ ഇത് മനോജിന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഈ എസ് പിയും ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഈ ജീവനും തമ്മിൽ നല്ല സുഹൃത്ത് ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് മനോജ് പുറത്തിറങ്ങിയതും എസ് പി കാണാൻ ജീവൻ വന്ന് നിൽപ്പുണ്ടായിരുന്നു.
ഇവരെല്ലാവരും ചേർന്നിട്ട് ഉറപ്പായിട്ടും ഈ കേസൊക്കെ ഒതുക്കി തീർക്കുമെന്നും രോഹിണിയെ മാത്രം ഈ കേസിൽ പെടുത്തുമെന്നും മനോജിന് ഏകദേശം ഉറപ്പായി. ഇതിനിടയ്ക്ക് മനോജാകട്ടെ താൻ വിവാഹം കഴിക്കാനിരിക്കുന്ന വിജി എന്ന് പറയുന്ന പെൺകുട്ടിയെ കാണുന്നുണ്ട്. അവളുടെ അച്ഛനും അമ്മയാകട്ടെ ഈ കല്യാണം വേണ്ടാന്ന് തന്നെ പറഞ്ഞിരിക്കുകയാണ്. ജീവൻ സമരത്തിന്റെ ഇടയ്ക്ക് കൊടുത്ത പണി കാരണം ആ സ്ത്രീയെ അവൻ കയറി പിടിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ഒക്കെ ലീക്കായി വലിയ ഇഷ്യൂ ആയിട്ടിരിക്കുകയല്ലേ. അത് കാരണം ഇവളുടെ വീട്ടുകാർ ഒട്ടും സമ്മതിക്കാതിരിക്കുകയാണ് ഈ കല്യാണത്തിന്. അച്ഛനും അമ്മയും സമ്മതിക്കാതെ എന്തായാലും ഈ കല്യാണം നടക്കില്ല എന്ന് തന്നെ പറഞ്ഞിരിക്കുകയാണ് വിജിയും. തന്റെ ഈ സങ്കടം എല്ലാം തന്നെ ഗംഗ എന്ന് പറയുന്ന പോലീസുകാരനോട് മനോജ് പറയുന്നുണ്ട്. ആ ജീവനെ പൂട്ടാൻ എന്തായാലും നമുക്ക് നല്ലൊരു തെളിവ് തന്നെ കിട്ടുമെന്നാണ് ഗംഗന് മനോജിനോട് പറയുന്നത്. അതിനുശേഷം ഇവരാകട്ടെ കേരളത്തിലുടനീളം രോഹിണി ഓരോ സ്ഥലത്ത് പോയി വിവാഹം കഴിച്ചില്ലേ, ആ സ്ഥലങ്ങളിലേക്കെല്ലാം അവളെയും കൊണ്ടുപോകുന്നു. അവളാൽ പറ്റിക്കപ്പെട്ട പല പുരുഷന്മാരുടെയും വീട്ടിൽ ചെല്ലുമ്പോൾ പലരും ഇവളെ ആട്ടിയിറക്കുകയും അവളുടെ മുഖത്തടിക്കുകയും ഒക്കെ ചെയ്യുന്നു. അവളുടെ മാനസികാവസ്ഥ കണ്ടിട്ട് മറ്റു പോലീസുകാർക്കെല്ലാം വിഷമം തോന്നുന്നുണ്ട്. അവളായിട്ട് ഒന്നും മനഃപൂർവ്വം ചെയ്തതല്ലോ, അവളെ കൊണ്ട് നിർബന്ധിച്ച് ഇതെല്ലാം അവർ ചെയ്യിപ്പിച്ചതല്ലേ. ഇവള് പറഞ്ഞ പോലെ ഇവളുടെ ഗ്രാമത്തില് അങ്ങനൊരു ഉരുൾപൊട്ടൽ നടന്നിട്ടുണ്ടോ എന്നും അതിൽ ഒരുപാട് പേർക്ക് വീട് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നും ഒക്കെ ഇവർ അന്വേഷിക്കുമ്പോൾ അവിടെയുള്ള ആൾക്കാർ പറയുന്നുണ്ട് അനധികൃതമായിട്ട് വീട് വെച്ചിരുന്ന ഒരുപാട് പേരുടെ വീട് അന്നത്തെ ആ അപകടത്തിൽ നഷ്ടപ്പെട്ടു എന്ന്. കുറെ ഫാമിലിയൊക്കെ ഇവിടെ നിന്ന് നാടുവിട്ട് പോവുകയും ചെയ്തു. അതിനുശേഷം കർണാടകയില് ഇവളെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അവിടെയും പോയി ഇവർ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പുതിയൊരു പോലീസുകാരനായിരുന്നു ചാർജ് എടുത്തിട്ടുണ്ടായിരുന്നത്. ആ SI ആകട്ടെ മനോജിനോട് പറയുന്നുണ്ട്, ഞാൻ ചാർജ് എടുത്തതേ ഉള്ളൂ, ഇപ്പൊ ഒരു വലിയ കേസ് വന്നിട്ടുണ്ട്, അതിന്റെ കാര്യം ഒന്ന് നോക്കിയ ശേഷം ഈ കേസിന്റെ ഡീറ്റെയിൽസ് എടുത്ത് ഞാൻ നിങ്ങളെ അറിയിക്കാമെന്ന് കുറച്ചു ദിവസത്തെ സാവകാശം അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. തിരിച്ച് തങ്ങളുടെ സ്റ്റേഷനിലെത്തിയ മനോജ് ആകട്ടെ ലാസ്റ്റ് ആയിട്ട് സുഭാഷും രോഹിണിയും വിവാഹം കഴിക്കാനിരുന്ന ആ ഓഡിറ്റോറിയത്തിന്റെ CCTV വിഷ്വൽസ് ഒക്കെ എടുത്തു നോക്കുന്നു. അതിന്റെ പാർക്കിംഗ് ഏരിയയിൽ ജീവന്റെ വണ്ടി വരുന്നത് ഇവർ കാണുന്നുണ്ട്. നിങ്ങൾ ജീവനെ കല്യാണത്തിന് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് സുഭാഷിനോട് മനോജ് ചോദിക്കുമ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, തനിക്കൊന്നും പെണ്ണ് കിട്ടില്ലെന്ന് ഈ നാട്ടിലെ എല്ലാ ആൾക്കാരും പറഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു, അത് കാരണം ഞാൻ നാട്ടിലെ എല്ലാരെയും കല്യാണത്തിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന ജീവനെ ഞാൻ വിളിച്ചോ ഇല്ലെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല, കാരണം സുഭാഷ് ഗൾഫിലാണ്, ഇടയ്ക്ക് മാത്രമേ നാട്ടിലേക്ക് വരാറുള്ളൂ, അതുകൊണ്ട് നാട്ടിലെ എല്ലാ ആൾക്കാരെയൊന്നും സുഭാഷിന് നല്ല പരിചയമില്ല. രോഹിണി പറയുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ എല്ലാ കല്യാണത്തിന് ശേഷവും ഇവളെ അവിടെ നിന്നും കൊണ്ടുപോകാൻ ഡേവിഡോ ജീവനോ വരും. അതുപോലെ ജീവന്റെ വണ്ടി സുഭാഷിന്റെ രോഹിണിയുടെയും കല്യാണം നടക്കുന്ന സ്ഥലത്തും വന്നതാകാമെന്നാണ് മനോജ് ചിന്തിക്കുന്നത്. മനോജിനാകട്ടെ SP അടുത്തുനിന്ന് പ്രഷർ കൂടി വരികയാണ്, ഈ കേസ് വിനോദിന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്. അതിനിടയ്ക്ക് ഗംഗ എന്ന് പറയുന്ന പോലീസുകാരൻ വന്നിട്ട് പറയുന്നുണ്ട്, 2 ദിവസം മുൻപേ അരുൾ എന്ന് പറയുന്ന ഒരു തമിഴ് പയ്യൻ കേരളത്തിൽ തൂങ്ങി മരിച്ചതായിട്ട് വിവരം കിട്ടിയിട്ടുണ്ടെന്ന്. അവിടെ പോയി താൻ അന്വേഷിച്ചപ്പോൾ രോഹിണി പറഞ്ഞ അതേ പയ്യൻ തന്നെയാണിതെന്ന് മനസ്സിലായി എന്ന്. ഈ സംഭവം അറിഞ്ഞ രോഹിണിയും ആകെ സങ്കടത്തിലായിരുന്നു. അവള് പറയുന്നുണ്ട്, അരുൾ ആത്മഹത്യ ചെയ്തതൊന്നും ആയിരിക്കില്ല, അവരവനെ കൊന്നതായിരിക്കും, എന്റെ അമ്മ എവിടാന്നും എനിക്കറിയില്ല, എന്റെ അമ്മയെ അവർ കടത്തിക്കൊണ്ട് പോയിട്ടുണ്ടാകും, നിന്റെ അമ്മയെ ഞങ്ങൾ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചു തരാമെന്ന് മനോജും പറയുന്നു. ഈ കേസ് ഏതെങ്കിലും വഴിക്ക് അവസാനിക്കണമെന്നുണ്ടെങ്കിൽ ഈ ജീവന്റെയും ഡേവിഡിനും എതിരെ തെളിവുകൾ കിട്ടണം. മനോജ് അങ്ങനെ പറഞ്ഞതും രോഹിണി പറയുന്നുണ്ട്, സുഭാഷായിട്ടുള്ള എന്റെ വിവാഹത്തിന് 2 ദിവസം മുമ്പ് ഞാൻ അരുളിനെ കണ്ടുവെന്ന്. ബസ് സ്റ്റാൻഡിലെത്തിയ അരുളാകട്ടെ അവളോട് എങ്ങനെയെങ്കിലും ഡേവിഡിന്റെയും ജീവന്റെയും കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കർണാടക പോലീസ് എന്തായാലും നിന്നെ രക്ഷിക്കാൻ ശ്രമിക്കില്ല, കേരള പോലീസിന്റെ കയ്യിലെങ്കിലും നീ തെളിവ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇവർ നേരത്തെ കളക്ട് ചെയ്തിരുന്ന ആ പെൺഡ്രൈവിലെ തെളിവുകൾ അരുൾ അവളുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് താൻ ഒരിടത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണെന്നും അത് ഞാൻ സാറിന് തരാമെന്നും സാറിന് മാത്രമേ ഇനി എന്നെ രക്ഷിക്കാൻ പറ്റൂവെന്നും രോഹിണി മനോജിനോട് പറയുന്നുണ്ട്. അവള് തന്നെ അത്രയധികം വിശ്വസിക്കുന്നത് കൊണ്ട് അവളെ ഒരു രീതിയിലും ചതിക്കാൻ പാടില്ല എന്നും മനോജും ചിന്തിക്കുന്നു. അവളോട് സംസാരിച്ചിട്ട് പുറത്തേക്കിറങ്ങിയതും വിനോദാകട്ടെ മനോജിനോട് പറയുന്നുണ്ട്, ആ രോഹിണിയുടെ കേസ് ഇനി മുതൽ ഞാനായിരിക്കും കൈകാര്യം ചെയ്യുന്നതെന്ന്, അതിന്റെ ഫയൽസ് ഒക്കെ ഞാൻ നോക്കിയിട്ടുണ്ടെന്ന്. എന്നാൽ മനോജ് പറയുന്നുണ്ട്, നീ നിന്റെ SP മടം കൂടി ചേർന്നിട്ട് എന്താ ചെയ്യാൻ പോകുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് നിങ്ങളുടെ ഉദ്ദേശം ഞാനിവിടെ ഉള്ളപ്പം ഒരു കാരണവശാലും ഞാൻ നടക്കാൻ സമ്മതിക്കില്ല എന്ന്. അന്ന് SP ആകട്ടെ മന്ത്രി പങ്കെടുക്കുന്ന ഒരു ഫംഗ്ഷനിൽ വരുന്നുണ്ടായിരുന്നു. മനോജിനും അവിടെ ഡ്യൂട്ടി ഉള്ളത് കാരണം അയാൾ അവിടേക്ക് പോകുന്നു. SP-യും ജീവനും തമ്മിൽ നല്ല സുഹൃത്തുക്കളായിരുന്നല്ലോ. അവർ രണ്ടുപേരും ചിരിച്ച് സംസാരിച്ചിരിക്കുന്നതൊക്കെ കണ്ടിട്ട് മനോജിന് ദേഷ്യം വരുന്നുണ്ട്. ആ ടൈമിൽ മെഡിക്കൽ എടുക്കാൻ വേണ്ടിയിട്ട് വിനോദും സിനിയും ചേർന്നിട്ട് രോഹിണിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഇടയ്ക്ക് സിനിക്ക് വീട്ടിൽ നിന്ന് കോള് വന്നത് കാരണം സിനി ഒന്ന് ഫോണിൽ സംസാരിക്കാൻ അവിടെ ഒന്ന് മാറി. ആ സമയം വിനോദിനോട് രോഹിണി പറയുന്നുണ്ട്, തനിക്ക് അത്യാവശ്യമായിട്ട് ബാത്റൂമിൽ ഒന്ന് പോകണമെന്ന്. ബാത്റൂമിലേക്ക് അവൾ കയറിയതും വിനോദ് പുറത്തു തന്നെ നിൽപ്പുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ വിനോദിനെ വിളിച്ചിട്ട് സിനിയെ ഒന്ന് വിളിക്കുമെന്ന് ചോദിക്കുന്നു. എന്താ കാര്യം എന്നോട് പറയാൻ പറയുമ്പോൾ അവൾ പറയുന്നുണ്ട്, തനിക്ക് പീരീഡ്സ് ആയി എന്ന്. നീ ഇവിടെ നിൽക്കി, താൻ സിനിയെ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വിനോദ് സിനിയെ വിളിച്ചുകൊണ്ട് വരുന്നു. പക്ഷെ സിനി വന്ന് നോക്കുമ്പോഴേക്കും ആ ബാത്റൂമിൽ രോഹിണി ഉണ്ടായിരുന്നില്ല. അവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു. പോലീസുകാരെല്ലാം ഹോസ്പിറ്റലിന്റെ പലയിടങ്ങളിലും അന്വേഷിക്കാൻ തുടങ്ങി. എന്നാൽ ഇത് ശരിക്കും മനോജിന്റെയും പോലീസുകാരുടെയും പ്ലാനിംഗ് തന്നെയായിരുന്നു. അത് വിനോദിന് മാത്രമേ അറിയാത്തതായിട്ടുള്ളൂ. മറ്റു പോലീസുകാരെല്ലാം ചേർന്നിട്ടാണ് അവളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയത്. കാരണം രോഹിണി പറഞ്ഞിട്ടുണ്ടായിരുന്നു, തന്റെ കയ്യിൽ തെളിവുള്ളത് കൊണ്ട് താൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഡേവിഡും ജീവനും തന്നെ തേടി വരുമെന്ന്. അതുകൊണ്ട് അവരെ കൈയോടെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ പ്ലാൻ ഇട്ടത്. മനോജ് അവളെ രക്ഷിച്ചുകൊണ്ടുവന്ന് ബസ് സ്റ്റാൻഡിലേക്ക് കൊണ്ടെത്തുന്നു. ആ ബസ് സ്റ്റാൻഡിലെ ലോക്കർ റൂമിലായിരുന്നു അവൾ നേരത്തെ തന്റെ ബാഗ് സൂക്ഷിച്ചിരുന്നത്. അവിടെ വെച്ചായിരുന്നല്ലോ അവൾ അരുളിനെ അവസാനമായിട്ട് കണ്ടതും. ആ ബാഗിലാണ് ആ തെളിവുകളുള്ള പെൻഡ്രൈവ് ഉള്ളത്. അവൾ ബാഗിൽ നിന്നും പെൻഡ്രൈവ് എടുത്ത് മനോജിന്റെ കയ്യിൽ കൊടുത്തു. ബാഗുമായിട്ട് അവൾ ബസ് സ്റ്റാൻഡിൽ തന്നെ ഇരുന്നു. മറ്റു പോലീസുകാര് പലയിടങ്ങളിലും ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അന്ന് കുറച്ചു ദിവസം അവധിയെടുത്തു പോയ ആ അമ്പളി എന്ന് പറയുന്ന പോലീസുകാരിയാകട്ടെ
ആകിട്ട് സ്റ്റേഷനിലേക്ക് തിരിച്ചെത്തുകയും രോഹിണിയുടെ കേസ് ഫയലെല്ലാം തന്നെ സിസ്റ്റത്തിലേക്ക് അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് ആ സ്ത്രീക്ക് എന്തോ ഡൗട്ട് തോന്നിയിട്ട് അവർ കുറെ തവണ മനോജിനെ വിളിക്കുന്നു. ആ സമയം തന്നെ കർണാടക പോലീസിൽ നിന്നും സ്റ്റേഷനിലേക്ക് കോള് വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് എന്തോ വലിയ ഇൻഫർമേഷൻ ആണ് കിട്ടിയിരിക്കുന്നത്. അത് പറയാൻ വേണ്ടിയിട്ട് നിരന്തരം മനോജിനെ കോൾ ചെയ്തെങ്കിലും മനോജ് ആകട്ടെ ഇവിടെ ഡേവിഡിനെയും ജീവനെയും കൈയോടെ പിടിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത് കാരണം സ്റ്റേഷനിൽ നിന്ന് വന്ന ഒരു കോളുകളും അറ്റൻഡ് ചെയ്തില്ല. മറ്റു പോലീസുകാരും ഈ കോളുകളൊന്നും തന്നെ അറ്റൻഡ് ചെയ്യാതെ കട്ട് ചെയ്ത് കളഞ്ഞു. അവരുടെ കണ്ണു മുഴുവൻ രോഹിണിയിലേക്കായിരുന്നു. രോഹിണി പെട്ടെന്ന് ആരെ കൊണ്ട് പേടിക്കുന്നതായിട്ട് തോന്നിയിട്ട് അവളുടെ അടുത്തേക്ക് തലയിൽ തൊപ്പിയിട്ട് വന്നുകൊണ്ടിരുന്ന ആളെ ഇവർ പോയി കൈയോടെ പിടിക്കുന്നുണ്ട്. എന്നാൽ അയാളാകട്ടെ ഒരു പോക്കറ്റ് അടിക്കാരനായിരുന്നു. അത് ഡേവിഡ് ഒന്നും ആയിരുന്നില്ല. അവർ തിരിഞ്ഞു നോക്കിയപ്പോ രോഹിണി അവിടെയില്ല. ആ ബാഗ് മാത്രമേ അവിടെയുള്ളൂ. തങ്ങളുടെ കണ്ണു വെട്ടിച്ച് രോഹിണി അവർ കടത്തിക്കൊണ്ടു പോയെന്ന് തന്നെയാണ് മനോജ് കരുതുന്നത്. ജീവൻ ആ ഫംഗ്ഷനിലുള്ള സ്ഥിതിക്ക് അവനെ അവിടെ നിന്നും കൈയോടെ പിടിച്ചുകൊണ്ടുവരാൻ ആ ഫംഗ്ഷനിലുള്ള മറ്റൊരു പോലീസുകാരനെ മനോജ് വിളിച്ചു പറയുന്നു. അവർ ജീവനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു. മനോജ് സ്റ്റേഷനിലേക്ക് എത്തി നേരെ വന്ന് ജീവനെ അടിക്കുകയാണ് ചെയ്യുന്നത്. നിനക്കെതിരെയുള്ള എല്ലാ തെളിവുകളും ഈ പെൺഡ്രൈവിലുണ്ടെന്നും മര്യാദയ്ക്ക് രോഹിണി എവിടെയാണെന്ന് പറയണമെന്നും മറ്റു പോലീസുകാരും മനോജിനോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും ആ ദേഷ്യത്തിൽ മനോജ് അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. പെൺഡ്രൈവിൽ സിസ്റ്റത്തിൽ കണക്ട് ചെയ്യാൻ പറയുന്നു. എന്നാൽ ആ പെൺഡ്രൈവിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിൽ യേശുദാസിന്റെ പാട്ടുകളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോഴാണ് മറ്റു പോലീസുകാരും മനോജിനോട് പറയുന്നത് അവള് സാറിനെ പറ്റിച്ചതാണെന്ന്. ആ അമ്പിളി എന്ന് പറയുന്ന പോലീസുകാരിയാകട്ടെ ലീവ് കഴിഞ്ഞ് വന്നിട്ട് അവളുടെ ഫയൽസ് വായിച്ചപ്പോഴാണ് മനസ്സിലായത് അവള് പറഞ്ഞ കഥ മുഴുവൻ അവർ അവിടെ കണ്ടുകൊണ്ടിരുന്ന ആ മാംഗല്യം എന്ന് പറയുന്ന സീരിയലിലെ കഥയാണെന്ന്. അന്ന് അവളെ സ്റ്റേഷനിൽ കൊണ്ടിരുത്തിയ സമയത്ത് ഈ പോലീസുകാരി ആ സീരിയൽ കണ്ടുകൊണ്ടിരുന്നേയില്ലേ, അതിൽ കാണിച്ച സീനുകൾ തന്നെയായിരുന്നു അവൾ കഥയാക്കി പറഞ്ഞുകൊണ്ടിരുന്നതും. പിന്നെ അരുൾ എന്ന് പറയുന്ന പയ്യന്റെ കാര്യം. അന്ന് ആ പോലീസുകാരി അവിടെ പത്രം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിൽ അരുൾ എന്ന് പറയുന്ന ഒരു പയ്യൻ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിൽ വന്ന് തൂങ്ങി മരിച്ചു എന്ന് പറഞ്ഞൊരു വാർത്ത ഉണ്ടായിരുന്നു. അത് അവരവിടെ ഇരുന്ന് വായിക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം തന്നെ രോഹിണി ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ടാണ് ആ പയ്യന്റെ കഥയും കൂടി തന്റെ കഥയുടെ കൂടെ അവൾ ചേർത്തത്. മനോജ് തന്നെ വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ് ജീവനെ ഈ കേസുമായിട്ട് അവൾ കണക്ട് ആക്കിയത്. ആ പാർട്ടി പ്രവർത്തകർ വന്ന് നോട്ടീസ് കൊടുക്കുന്ന സമയത്ത് ജീവനും മനോജും തമ്മിലുള്ള ഇഷ്യൂസിനെ പറ്റി ഗംഗെന്ന് പറയുന്ന പോലീസുകാരനോട് സംസാരിച്ചിരുന്നില്ലേ, ആ സമയം ബാക്കിലിരുന്ന് രോഹിണി ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഡേവിഡ് എന്ന ആളുടെ കൂടെ അവൾ ജീവൻ എന്ന് പറയുന്ന പേരും കൂടി കൂട്ടിച്ചേർത്തത്. കർണാടക പോലീസ് ഇവരെ വിളിച്ചു പറഞ്ഞതും ഇത് തന്നെയായിരുന്നു. ഇവൾ ആ പോലീസുകാരെയും ഇതുപോലെ ഇമോഷണലായിട്ട് പറ്റിച്ച് അവിടെ നിന്നും കടന്നു കളഞ്ഞതാണ്. ഇത്രയും ദിവസം അവൾ വിവാഹം കഴിച്ച് പറ്റിച്ച ആൾക്കാരെല്ലാം തന്നെ അവളുടെ നിഷ്കളങ്കതയിലും കള്ളത്തരത്തിലും തന്നെയാണ് വീണത്. അവൾ എല്ലാവരെയും വിശ്വസിപ്പിച്ചുകൊണ്ടിരുന്നത് തനിക്ക് ആരുമില്ല, തന്നെ സംരക്ഷിക്കാനും രക്ഷിക്കാനും നിങ്ങൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് നല്ലൊരു ജീവിതം തരണമെന്നൊക്കെയായിരുന്നു. അതേ അടവ് തന്നെയായിരുന്നു അവൾ മനോജിന്റെ അടുത്ത് ഇറക്കിയത്. മനോജിനോട് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ സാറിന് മാത്രമേ എന്നെ രക്ഷിക്കാൻ കഴിയൂ എന്ന്. അവളുടെ ആ നിഷ്കളങ്കതയിലായിരുന്നു മനോജും വീണത്. മനോജിന്റെ ഈ മണ്ടത്തരം കാരണം അവളാകട്ടെ ഈസി ആയിട്ട് രക്ഷപ്പെട്ടു പോയിരിക്കുകയും ചെയ്യുന്നു. അത് കാരണം മനോജിന് സസ്പെൻഷനും കിട്ടി. എന്താണെങ്കിൽ ഇവൾ ഡേവിഡ് എന്ന് പറഞ്ഞ് കാണിച്ച ആ ഫോട്ടോയിൽ ആളെ തേടി ഇവർ പോകുന്നു. അയാളാകട്ടെ ഇപ്പൊ ഒരു പാസ്റ്ററൊക്കെ ആയിട്ട് ജീവിക്കുകയാണ്. രോഹിണിയെ പറ്റി ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് എന്നോട് അവൾ സിന്ധു എന്നാ പേര് പറഞ്ഞത്. അവൾക്കൊരു മണി ചെയിൻ കമ്പനി ഉണ്ടായിരുന്നു. എന്നെ അതിന്റെ ഹെഡ് ആക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ കൂടെ ചേർത്തു. അതിന്റെ കൂടെ ഒരു പ്രണയവും കൂടി ഇറക്കി. ഞാൻ അതിൽ വീഴുകയും ചെയ്തു. ഡേവിഡിന്റെ സ്വർണവും കാശും എല്ലാം എടുത്തുകൊണ്ട് അവള് മുങ്ങി. നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായപ്പോഴാണ് അയാൾ ഇപ്പൊ ഈ ചെയ്യുന്ന ജോലിയിലേക്ക് വന്നത്. അതിനുശേഷം നിങ്ങൾ അവളെ കണ്ടില്ലെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് മണി ചെയിന്റെ തിരിമറിയിൽപ്പെട്ട് കോടതി കയറി ഇറങ്ങി നടക്കുന്ന സമയത്ത് കോടതി വരാന്തയിൽ വെച്ചിട്ട് ഞാൻ അവളെ കണ്ടുവെന്ന്. എന്നോട് ചെയ്തതിനെല്ലാം നീ അനുഭവിക്കുമെന്നും പറഞ്ഞിട്ടാണ് അന്ന് ഡേവിഡ് അവിടെ നിന്നും പോയത്. ഇതായിരുന്നു അന്ന് നമ്മുടെ വിജയകുമാർ കണ്ട് തെറ്റിദ്ധരിച്ചതും. അവളുടെ ചേട്ടൻ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചെന്ന് പറഞ്ഞിട്ടാണ് അന്ന് ഡേവിഡിനെ അവൾ അവിടെ നിന്ന് ഒഴിവാക്കിയത്. അതോടെ മനോജിന് മനസ്സിലായി അവള് തന്റെ കഥയിൽ പറഞ്ഞ എല്ലാം തന്നെ കള്ളത്തരമാണെന്ന്. ഡേവിഡ് എന്ന് പറയുന്ന ആളും ഇവളാൽ പറ്റിക്കപ്പെട്ട ആളാണ്. ജീവൻ ആ കഥയിലേ ഇല്ല. അരുളിനെ പറ്റി അവൾ പറഞ്ഞ കഥയും പത്രത്തിൽ വന്ന വാർത്ത വെച്ചുണ്ടാക്കിയതാണ്. ഇതെല്ലാം അവൾ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. അങ്ങനെ 1 വർഷം കഴിഞ്ഞു. ഇപ്പോഴും ഇവളാൽ പറ്റിക്കപ്പെട്ട ആൾക്കാര് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അവളെ പിടിക്കാൻ നടക്കുകയായിരുന്നു. ആ ഗ്രൂപ്പിലേക്ക് ഇപ്പോൾ നമ്മുടെ സുഭാഷ് ആഡായിട്ടുണ്ട്. സുഭാഷ് മറ്റുള്ളവരോട് പറയുന്നുണ്ട് നമ്മളെ പോലെ തന്നെ മനോജ് സാറും പറ്റിക്കപ്പെട്ടതല്ലേ, സാറിനെ കൂടി നമ്മുടെ ഈ ഗ്രൂപ്പിലേക്ക് ആഡ് ആക്കണമെന്ന്. മനോജ് ആകട്ടെ എങ്ങനെയൊക്കെയോ വിജയുടെ വീട്ടുകാരെ കൺവിൻസ് ചെയ്ത് അവളുമായിട്ടുള്ള വിവാഹമൊക്കെ നടത്തി. പക്ഷെ അവളുടെ വീട്ടുകാര് പറഞ്ഞ കുറെ നേർച്ചയൊക്കെ അവന് ചെയ്യണമായിരുന്നു. നേർച്ചയുടെ ഭാഗമായിട്ട് അവൻ പളനിയിലേക്ക് വരുന്നു. ആ സമയം അവിടെയുള്ള ഒരു തമിഴനാകട്ടെ തന്റെ 2 വിവാഹവും ഡിവോഴ്സ് ആയ കാരണം 3ാമതൊരു മലയാള പെൺകുട്ടിയെ വിവാഹം ചെയ്യാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. അത് മറ്റാരും ആയിരുന്നില്ല, നമ്മുടെ രോഹിണിയായിരുന്നു. അവിടെ വെച്ച് നമ്മുടെ സുഭാഷ് രോഹിണിയെ വീണ്ടും കാണുന്നു. അവളും സുഭാഷിനെ കാണുന്നുണ്ട്. ആ ആൾക്കൂട്ടത്തിനിടയ്ക്ക് അവളുടെ പിറകെ ഓടാൻ ശ്രമിക്കുന്ന മനോജിനെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.